ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഡിവൈഎഫ്ഐയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം സഖാവ് വിഷ്ണു ഉൾപ്പെടെ വേദിയിലിരിക്കുന്ന ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ, പൊതുജന പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ, ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഖാക്കൾ, നിങ്ങളിവിടെ ഈ പരിപാടി ഉദ്ഘാടന പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഡിവൈഎഫ്ഐയുടെ മലപ്പുറം ബ്ലോക്ക് പ്രസിഡന്റും ജില്ലാ കമ്മിറ്റി അംഗവും കൗൺസിലറും ഒക്കെയായിട്ടുള്ള പ്രിയപ്പെട്ട സഖാവ് റിട്ടു നമ്മളെ വിട്ടുപിരിഞ്ഞു എന്നുള്ള വാർത്ത കേൾക്കുന്നത്. തുടങ്ങിയ പരിപാടി ആയതുകൊണ്ട് നമുക്കത് മാറ്റിവെക്കുന്നതിന് നിവർത്തിയില്ല, ഇങ്ങനെ അങ്ങ് അവസാനിപ്പിക്കേണ്ടി വരുന്നുണ്ട്. പ്രിയപ്പെട്ട സഖാവ് പാൻക്രിയാറ്റിക് സംബന്ധമായ അസുഖം കൊണ്ട് കഴിഞ്ഞ 2 മാസക്കാലമായിട്ട് എറണാകുളത്ത് ചികിത്സയിലായിരുന്നു. സാധ്യമായ ചികിത്സയൊക്കെ, അസുഖം എന്താണെന്ന് ഒരു ഘട്ടം വരെ മനസ്സിലാകാതിരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. സാധ്യമായ വിദഗ്ധ ചികിത്സയെല്ലാം കൊടുത്ത് സാധ്യമാകുന്ന തരത്തിൽ സഖാവിന്റെ ജീവൻ രക്ഷിക്കുന്നതിന് ആവശ്യമായിട്ട് നമ്മൾ ശ്രമം നടത്തിയിട്ടുണ്ട്. പക്ഷെ പ്രിയ സഖാവ് നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായിട്ട് RSSന്റെ ഗൂഢാലോചനയ്ക്കും കോൺഗ്രസും ലീഗും BJPയുടെയും നേതൃത്വത്തിൽ കേരളത്തിനകത്ത് നടക്കുന്ന സമരാഭാസങ്ങൾക്കെതിരെയും 17-ാം തീയതി മുതൽ 22-ാം തീയതി വരെ ഇതുപോലെ എല്ലാ മേഖലാ കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ നടത്തി വരികയും കേരളത്തിലെ ഇടത് ഗവൺമെന്റ് ഏറ്റവും ജനകീയ സർക്കാരായി മുന്നോട്ടു പോകുന്നതിൽ പ്രയാസപ്പെടുന്നവർ, ഈ കേരളത്തിലെ ഇടത് ഗവൺമെന്റ് കൂടുതൽ ഹൃദയപക്ഷത്താകുന്നത് ഏറെ പ്രയാസത്തോടുകൂടി നോക്കിക്കാണുന്നവർ, ഇനിയൊരു തവണ കൂടി ഈ കേരളത്തിന്റെ മണ്ണിൽ ഇടതിനല്ലാതെ ഞങ്ങൾക്ക് ആർക്കും അധികാരത്തിലേക്ക് വരാൻ കഴിയില്ല എന്ന തിരിച്ചറിവിൽ നിന്ന് ഈ കേരളത്തിലെ ഇടത് ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്തുന്ന നിലപാടുകളും സമരാഭാസങ്ങളുമായി കോൺഗ്രസും ലീഗും BJPയും അഴിഞ്ഞാടാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് കേരളത്തിലെ പുരോഗമന യുവജന പ്രസ്ഥാനം DYFI ഇത്തരത്തിൽ RSSന്റെ ഗൂഢാലോചനയ്ക്ക് കേരളത്തിനകത്ത് സ്ഥാനമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്നു. ഈ ഒരു ക്യാമ്പയിൻ DYFI തീരുമാനിച്ച് അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ രാജ്യത്തിന്റെ വർത്തമാനകാല രാഷ്ട്രീയം മറ്റൊരു പോരാട്ടം കൂടി ഈ യുവജന പ്രസ്ഥാനത്തോട് ആവശ്യപ്പെടുകയുണ്ടായി. കഴിഞ്ഞ 3 ദിവസങ്ങളായി DYFI രാജ്യവ്യാപകമായി അഗ്നിപഥിനെതിരായുള്ള അതിതീവ്രമായ സമര പോരാട്ടങ്ങളിലാണ്. ജില്ലാ കേന്ദ്രത്തിലും രാജ്യവ്യാപകമായുമെല്ലാം അഗ്നിപഥിനെതിരായിട്ടുള്ള സമര പോരാട്ടങ്ങൾക്ക് DYFI നേതൃത്വം കൊടുക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടതാണ്. DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റും രാജ്യസഭാ MP-യുമായിട്ടുള്ള സഖാവ് A. റഹീം ഉൾപ്പെടെ SFIയുടെ സമുന്നത നേതാക്കളെയും DYFIയുടെ സമുന്നത നേതാക്കളെയും അഗ്നിപഥിനെതിരായി പ്രതിഷേധിച്ചതിന്റെ ഭാഗമായി പോലീസ് അതിക്രൂരമായി മർദ്ദിച്ച് അറസ്റ്റ് ചെയ്യുന്ന കാഴ്ച കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. രാജ്യവ്യാപകമായ പ്രതിഷേധമാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റ് പുതുതായി എടുത്ത അഗ്നിപഥിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. തന്ത്രപ്രധാനമായ നമ്മളുടെ സൈനിക മേഖലയെ കരാർവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് അഗ്നിപഥിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നാളിതുവരെ സായുധ സേനയിലേക്ക് എങ്ങനെയാണോ ആളുകളെ റിക്രൂട്ട് ചെയ്തിരുന്നത് ആ രീതി പാടെ മാറ്റിക്കൊണ്ട് അവിടെ കരാർവൽക്കരണത്തിലേക്ക് എന്നുള്ള തീരുമാനവുമായിട്ടാണ് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 19 വയസ്സിനും 23 വയസ്സിനും ഇടയിലുള്ള ചെറുപ്പക്കാർക്ക് 4 വർഷത്തേക്ക് സൈന്യത്തിനകത്ത് ചേരാമെന്ന് പറയുന്നു. 19ഉം 23ഉം വയസ്സുള്ള ചെറുപ്പക്കാരെ 4 വർഷക്കാലത്തേക്ക് റിക്രൂട്ട് ചെയ്യുമ്പോൾ അതിൽ 6 മാസക്കാലം അവർക്ക് പരിശീലനം കൊടുക്കും. ബാക്കി 3.5 വർഷക്കാലത്തെ തങ്ങളുടെ സേവനവും കഴിഞ്ഞ്
അയാൾക്ക് തിരികെ പോരാ. തിരികെ പോരുന്ന സമയത്ത് ശമ്പളത്തിൽ നിന്ന് പിടിച്ച ഒരു തുകയും സർക്കാരിന്റെ ഒരു പങ്കും ചേർത്ത് ഒരു തുക കൊടുക്കും. അതിനപ്പുറത്തേക്ക് പെൻഷനോ നാളിതുവരെ സൈനികന് ലഭിച്ചിരുന്ന മറ്റാനുകൂല്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് സാരം. നിങ്ങൾ നോക്കൂ, ഈ ഒരു തീരുമാനം ഈ രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ ബാധിക്കാവുന്ന തരത്തിലേക്കുള്ള തീരുമാനമാണ് രാജ്യം ഭരിക്കുന്ന BJP ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്. നമ്മൾ 4 ആൾ ഇങ്ങനെ കൂടി നിന്നാൽ അതിലൊരു BJP കാരൻ ഉണ്ടെങ്കിൽ രാജ്യസ്നേഹത്തെ കുറിച്ച് വർത്താനം പറഞ്ഞാൽ ഞങ്ങൾക്കാണ് 1ാം സ്ഥാനമെന്ന് BJP കാരൻ വാദിക്കാറുണ്ട്. രാജ്യസ്നേഹത്തിനു വേണ്ടി വാദോരാതെ വാദിക്കുന്നവർ തന്നെയാണ് ഈ രാജ്യത്തിന്റെ സുരക്ഷയെ പോലും അപകടകരമാക്കുന്ന ഈ ഒരു തീരുമാനമായി മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ കാണണം. ഈ രാജ്യത്തെ സൈനികരുടെ പോരാട്ട വീര്യത്തെ, ഈ രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്ന സൈനികരുടെ കാര്യക്ഷമതയെ ഏറ്റവും പ്രതികൂലമായി ഈ തീരുമാനം ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നിങ്ങൾ നോക്ക്, ഒരു 6 മാസക്കാലത്തെ പരിശീലനം കൊണ്ടാണോ ഒരു സൈനികൻ മാനസികമായും ശാരീരികമായും യുദ്ധമുഖത്ത് ധൈര്യസമേതം നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് പര്യാപ്തമാകുന്നത്? രാജ്യസ്നേഹിയാണ് അയാൾ. എന്നെക്കാൾ, എന്റെ ജീവിതത്തെക്കാൾ പ്രധാനം ഞാൻ എന്റെ രാജ്യത്തിന് വേണ്ടി കാണുന്നു. എന്റെ ജീവൻ പോയാലും ഞാൻ എന്റെ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുമെന്നുള്ള മാനസികാവസ്ഥയിലേക്ക് ഓരോ സൈനികനും മാറുന്നത് 1-2 ദിവസത്തെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടല്ല, മാസങ്ങളോളം വർഷങ്ങളോളം നീണ്ടുനിന്ന ദൈനംദിനമെന്നോണം നീണ്ടുപോകുന്ന പരിശീലനങ്ങളിലൂടെ, നിരന്തരമായിട്ടുള്ള പരിശീലനങ്ങളിലൂടെയാണ് ഓരോ സൈനികനും മാനസികമായും ശാരീരികമായും ഒരു സൈനികനായി മാറുന്നത്. അവിടെയാണ് 6 മാസത്തെ ട്രെയിനിങ് കൊടുത്ത് 3.5 വർഷക്കാലത്തെ കരാർ തൊഴിലാളികളെ പോലെ ഇവരെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിർത്തിയിൽ നിൽക്കുന്ന ഒരു സൈനികൻ, യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരു സൈനികൻ ജീവിതത്തെ തന്നെ, തന്റെ ജീവനെ തന്നെ മുൻനിർത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ സുരക്ഷ കാക്കേണ്ട സാഹചര്യം വരുമ്പോ ഈ കരാർ തൊഴിലാളിയുടെ മനസ്സിലൂടെ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഞാനിപ്പോ ഈ റിസ്ക് ഏറ്റെടുക്കണോ? ഈ റിസ്ക് ഞാൻ ഏറ്റെടുത്താൽ നാളെ ഞാൻ ഉണ്ടാവുമോ? 2 മാസം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 6 മാസം കഴിഞ്ഞാൽ സൈന്യത്തിനകത്തുള്ള എന്റെ സേവനത്തിന്റെ കാലാവധി തീരും. ആ കാലാവധി തീരുമ്പോ എനിക്ക് പെൻഷൻ ഇല്ല. തിരിച്ചു നാട്ടിൽ ചെല്ലുമ്പോ എന്റെ കുടുംബത്തെ ഞാൻ പോറ്റണമെങ്കിൽ എന്റെ ആരോഗ്യം എനിക്ക് ഇതേപോലെ തിരിച്ചു കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കണം. ഈ ഒരു ചിന്ത തോന്നുമ്പോ അവിടെ രാജ്യത്തിനാണോ പ്രധാനം കൊടുക്കുക, തന്റെ ജീവനാണോ സൈനികൻ പ്രധാനം കൊടുക്കുക? ഈ രാജ്യത്ത് നിങ്ങൾ നോക്ക്, അഗ്നിപഥ് എന്നുള്ള തീരുമാനം, ആ തീരുമാനവുമായിട്ട് ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്ന തീരുമാനം പുറത്തു വന്ന സമയം മുതൽ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും, ബീഹാറിലും ഹരിയാനയിലും ഉൾപ്പെടെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങള് സ്വാഭാവികമായി ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടു. യുവാക്കൾ ഒന്നാകെ അക്രമാസക്തരെന്നോണം തെരുവിലിറങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഈ അഗ്നിപഥ് അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് യുവാക്കൾ ആത്മഹത്യ ചെയ്യാൻ തയ്യാറാകുന്ന കാഴ്ച നമ്മൾ കണ്ടു. തെരുവിലിറങ്ങി പോലീസുമായി മൽപ്പിടുത്തത്തിൽ ഏർപ്പെട്ട് പോലീസ് വെടിവെച്ച് കൊല്ലുന്ന കാഴ്ചയും ഇന്ത്യ രാജ്യത്തുണ്ടായി. വാഹനങ്ങൾ തടയുന്നു, ട്രെയിനുകൾ തടയുന്നു, ട്രെയിനുകൾ തീയിട്ട് കത്തിക്കുന്നത് ഉൾപ്പെടെ ഈ അഗ്നിപഥിനെതിരെ ഈ രാജ്യത്താകമാനം കലാപ സമാനമായ സാഹചര്യം ഉയർന്നു വന്നപ്പോൾ എന്തുകൊണ്ട് ഇതിങ്ങനെ വരുന്നു എന്ന് പ്രിയപ്പെട്ടവരെ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ നോക്ക്, ഈ രാജ്യത്തെ യുവാക്കളൊന്നാകെ ഈ ഒരു തീരുമാനത്തിന്റെ പുറകെ കൊടുന്നനെ പ്രതിഷേധവുമായി ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് തന്നെയാണ് ഈ രാജ്യത്തെ തൊഴിലില്ലായ്മയുടെ ഏറ്റവും ഭീകരമായ ചിത്രമെന്ന് നമുക്ക് അടിവരയിട്ട് പറയാൻ വേണ്ടി സാധിക്കും. ഈ രാജ്യത്ത് അതിരൂക്ഷമായ തൊഴിലില്ലായ്മ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ തൊഴിലില്ലായ്മയിൽ നിന്ന് തന്റെ ജീവിതവും തന്റെ കുടുംബവും കരകയറ്റാൻ ഒരു സ്ഥിരം തൊഴിൽ എന്നുള്ള തലത്തിലേക്ക് സൈന്യത്തെ കണ്ടുകൊണ്ട് ആ സായുധ സൈന്യത്തിലേക്ക് ചേരുന്നതിന് വേണ്ടി തീവ്രമായ പരിശീലനത്തിൽ ഏർപ്പെട്ട് നിൽക്കുന്ന യുവത, ആ യുവതയുടെ മുന്നിലേക്ക് തങ്ങളുടെ അവസാനത്തെ കച്ചിത്തുരുമ്പെന്നോണം തങ്ങൾ കണ്ടിട്ടുള്ള സായുധ സൈന്യത്തിനകത്തേക്ക് പോലും ഒരു സ്ഥിര വരുമാനമുള്ള ഒരു സ്ഥിരം തൊഴിൽ എന്നുള്ള സംവിധാനത്തിൽ നിന്ന് ഈ രാജ്യത്തിന്റെ ഗവൺമെന്റ് പിൻവലിയുകയാണ് എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ
ഈ രാജ്യത്തെ ചെറുപ്പക്കാരൊന്നാകെ തെരുവുകളിൽ ഇറങ്ങാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. 2 കോടി വരുന്ന ചെറുപ്പക്കാർക്ക് ഞങ്ങൾ തൊഴിൽ കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച് അധികാരത്തിലേക്ക് വന്നവരാണ് നരേന്ദ്രമോദി. 2 കോടി വരുന്ന ആളുകൾക്ക് തൊഴിൽ കൊടുത്തില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ 45 വർഷക്കാലത്തിനിടയിലെ ഏറ്റവും രൂക്ഷമായ തൊഴിലില്ലായ്മയിലേക്ക് ഈ ഇന്ത്യ രാജ്യം കൂപ്പുകുത്തുന്ന സാഹചര്യം വരെ ഇവിടെ ഉണ്ടായി. ആ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരോട്, ആ തൊഴിലില്ലായ്മയുടെ തീവ്രതയും രൂക്ഷതയും കണ്ട് പകച്ചു നിൽക്കുന്ന ചെറുപ്പക്കാരോട് അവരുടെ അവസാനത്തെ കച്ചിത്തുരുമ്പ് എന്നുള്ള തരത്തിൽ കണ്ടിട്ടുള്ള സൈനിക സേവനവും കലാവൽക്കരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ യുവത്വത്തെ, ഈ രാജ്യത്തെ ചെറുപ്പക്കാരെ ഒരിക്കൽ കൂടി കൊഞ്ഞനം കുത്തി കാണിക്കാൻ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തയ്യാറായിരിക്കുന്നു. സൈന്യത്തെ ഈ ഒരു പദ്ധതിയിലൂടെ കാവ്യവൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഒപ്പം തന്നെ സൈന്യത്തിന് പുറത്ത് ഈ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെ സൈനികവൽക്കരിക്കുക എന്നുള്ള ഒരു നീക്കം കൂടി ഇതിന്റെ പുറകിലുള്ളതായിട്ട് നാം കാണേണ്ടിയിരിക്കുന്നു. ഇപ്പൊ സൈന്യത്തിനകത്തേക്ക് എടുക്കുന്ന ചെറുപ്പക്കാരിൽ, കരാർ തൊഴിലാളികളിൽ 25% അവിടെ തന്നെ നിർത്തുമെന്നാ പറയുന്നത്. 4/1 വരുന്ന ആളുകൾക്ക് തൊഴിലിനകത്ത് തുടരാം, ബാക്കി ആളുകൾക്ക് തിരിച്ചു പോരാം. ഈ തുടരുന്ന ആളുകളെ, ഈ 25% ആരാണ് തെരഞ്ഞെടുക്കുന്നത്? എങ്ങനെയാണ് അവരെ തെരഞ്ഞെടുക്കുന്നത്? എന്ത് സുതാര്യതയാണ് അതിലുണ്ടാകുന്നത്? തീർച്ചയായും ആ 25% എന്ന് പറയുന്നത് ബിജെപിക്ക് വേണ്ടപ്പെട്ടവർ, സംഘപരിവാരത്തിന് വേണ്ടപ്പെട്ടവർ, അവരാണ് ആ സൈന്യത്തിനകത്ത് തുടരാൻ വേണ്ടി പോകുന്ന 25% എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോ വളരെ കൃത്യമായി എന്ത് സംഭവിക്കുന്നു? ഈ രാജ്യത്തിന്റെ സൈനിക മേഖലയെ വളരെ പെട്ടെന്ന് കാവ്യവൽക്കരിക്കാൻ വേണ്ടി ഇവർക്ക് സാധിക്കുന്നു. ഒരു അർദ്ധ സൈനിക സ്വഭാവമുള്ളവരാണ് RSSകാർ. RSSന്റെ അജണ്ട തന്നെ രാജ്യത്തെ സൈനികവൽക്കരിക്കണം എന്നുള്ളതാണ്. നിങ്ങൾ നോക്ക്, അവിടെ നിൽക്കുന്ന 25% കഴിഞ്ഞ് ഓരോ വർഷവും പുറത്തേക്ക് വരുന്ന ഈ രാജ്യത്തെ ചെറുപ്പക്കാർ, 23 വയസ്സുള്ള ചെറുപ്പക്കാർ, സൈന്യത്തിന്റെ പരിശീലനം ലഭിച്ച ചെറുപ്പം, പെൻഷനോ മറ്റാനുകൂല്യങ്ങളോ ഇല്ലാതെ തുടർ ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ചിന്തിക്കുന്ന ചെറുപ്പം, ആ ചെറുപ്പം ഈ രാജ്യത്തിന്റെ രാജ്യസുരക്ഷയ്ക്കെതിരായി വരെ പ്രവർത്തിച്ചേക്കാമെന്ന് നമുക്ക് ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് അഗ്നിപഥിനെതിരെ ഏറ്റവും ഉജ്ജ്വലമായ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ രംഗത്ത് വന്നിട്ടുള്ളത്. ഡിവൈഎഫ്ഐ ആ സമരത്തിന്റെ മുൻനിരയിൽ നിൽക്കുമ്പോൾ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിനെ ഉൾപ്പെടെ ഏറ്റവും ക്രൂരമായി അങ്ങ് ഡൽഹിയിൽ മർദ്ദിക്കുന്നതിന് വേണ്ടി പോലീസുകാർ തയ്യാറായി. ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് അപ്പോഴും പറഞ്ഞു വെച്ചത്, എത്ര തന്നെ അടിച്ചമർത്താൻ നിങ്ങൾ നോക്കിയാലും ഈ സമരത്തിന്റെ മുൻപന്തിയിൽ ഈ യുവജന പ്രസ്ഥാനം ഡിവൈഎഫ്ഐ അഗ്നിപഥിൽ നിന്ന് ഈ രാജ്യത്തിന്റെ ഗവൺമെന്റ് പിന്മാറും വരെയുള്ള സമരത്തിന് ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോ നമ്മൾ ഈ സമരം ഇങ്ങനെ നോക്കുമ്പോൾ ഡിവൈഎഫ്ഐക്കാരെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. കോൺഗ്രസ് അവിടെ ഒരു സമരം നടത്തിയിട്ടുണ്ട്. നടത്തിയോന്ന് ചോദിച്ചാൽ നടത്തി, നടത്തിയില്ലേ എന്ന് ചോദിച്ചാൽ നടത്തിയില്ല. ഉറക്കെ പറയാൻ പേടിയുള്ള മട്ടിന് ഒരു സമരം അങ്ങനെ നടത്തിയിട്ടുണ്ട്. ഡിവൈഎഫ്ഐക്കാർ ഏറ്റവും വ്യാപകമായ തലത്തിൽ ഈ വിഷയത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് സമരം നടത്തുമ്പോൾ നമ്മൾ അവിടെ മറ്റ് സംഘടനകളെ, കോൺഗ്രസിനെയോ ഈ പറഞ്ഞ ലീഗിനെയോ ഒന്നും നമ്മൾ കാണുന്നില്ല. അപ്പോ ഇവരൊക്കെ എവിടെ പോയി? കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഈ കേരളത്തിൽ തലങ്ങും വിലങ്ങും സമരം നടത്തിയിട്ടുള്ള ആൾക്കാരാണ്. രാവിലെ ഒരു സമരം, ഉച്ചയ്ക്ക് ഒരു സമരം, വൈകുന്നേരം ഒരു സമരം എന്നുള്ള കണക്കില് സത്യത്തിന്റെ ഒരു കണിക പോലും ഇല്ലാത്ത ഒരു വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെ സമരം നടത്തിയ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും ഒന്നും ഈ വിഷയം അറിഞ്ഞിട്ടില്ലേ എന്ന് ഏറ്റവും വിനയപൂർവ്വം ഞങ്ങൾ അവരോട് ചോദിക്കും. ഇവിടെ ഇതാ ഈ കേരളത്തിലെ ഇടത് ഗവൺമെന്റിനെതിരെ, ഈ കേരളത്തിൽ എതിരാളികൾ പോലും അംഗീകരിക്കുന്ന ഈ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെതിരെ ഒരു തട്ടിപ്പ് കേസിലെ പ്രതി ഒരു മൊഴി കൊടുത്തതിന്റെ പേരിൽ ഇവിടെ സമരാഭാസം നടത്തിയവർ അവരെന്തേ ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഗവൺമെന്റ് ഈ രാജ്യത്തെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ ആകെ പ്രയാസത്തിലാക്കുന്ന തരത്തിലേക്കുള്ള ഒരു തീരുമാനവുമായി പോയപ്പോ, ഈ രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ ഒരു തീരുമാനവുമായി, ഈ രാജ്യത്തിന്റെ സുരക്ഷയെ തന്നെ അപകടകരമാക്കും വിധമുള്ള തീരുമാനവുമായി പോയപ്പോ എന്തേ കോൺഗ്രസ്, എന്തേ ലീഗ് നിങ്ങൾ ഇവിടെ അത്തരത്തിലൊരു സമരത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകാത്തത്? അവർ തയ്യാറാവില്ല. കാരണം എന്താ? ഇവിടെ
ഈ കേരളത്തിലെ ഇടത് ഗവൺമെന്റിനെതിരെ സമരം നടത്തിയത് ഒരു തട്ടിപ്പ് കേസിലെ പ്രതി കൊടുക്കുന്ന മൊഴികൾക്കനുസരിച്ച്. ആ തട്ടിപ്പ് കേസിലെ പ്രതി സ്വ ഇഷ്ടപ്രകാരം ഇങ്ങനെ കഥ പറയുകയല്ല. ആ കഥ ആര് പഠിപ്പിച്ചു കൊടുക്കുന്നു? ആ തട്ടിപ്പ് കേസിലെ പ്രതിയെ BJP വിലക്കെടുക്കുക, എന്നിട്ട് BJP ഒരു രാഷ്ട്രീയ നാടകത്തിന്റെ തിരക്കഥ എഴുതി കൊടുക്കുക. ആ നാടകത്തിലെ ഡയലോഗുകൾ ആ പ്രതി ഇങ്ങനെ പറയുന്നു. അതിനനുസരിച്ച് അതിൽ കോപ്പ് കൂട്ടാൻ ഇവിടുത്തെ കോൺഗ്രസും ലീഗും സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്തൊക്കെ സമരങ്ങളാ! ബിരിയാണി ചെമ്പ് പിടിച്ച സമരം. ആ സമരം കഴിഞ്ഞ് ഏറ്റവും അവസാനം ഈ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ വിമാനത്തിനകത്ത് തടയുന്ന തരത്തിലേക്ക് ഭീകരവാദികൾ ചെയ്യുന്നതിന് സമാനമായ തരത്തിൽ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വിമാനത്തിനകത്ത് തടയാൻ വേണ്ടി വരെ തയ്യാറാകുന്ന തരത്തിലേക്ക് ഏറ്റവും അക്രമാസക്തമായ സമരമായി ആ സമരം മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്തിനായിരുന്നു നിങ്ങൾ ഈ സമരം നടത്തിയത് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ കൃത്യമായ ഒരു ഉത്തരം ഇവർക്ക് തരാനുണ്ടോ? ഒരൊറ്റ ഉത്തരമേ അതിനുള്ളൂ. അത് ഈ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചാണ് ഈ കേരളത്തിനകത്ത് കോൺഗ്രസും ലീഗും BJPയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സമരാഭാസം എല്ലാം നടത്തിയത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിലെ ഇടത് ഗവൺമെന്റ് ഇങ്ങനെ മുന്നേറി പോകുന്നത് കാണുമ്പോ ചെറുതല്ലാത്ത പ്രയാസം ഇവരുടെ മനസ്സിലുണ്ട്. മുൻപ് ഈ കേരളത്തിന് ഒരു രാഷ്ട്രീയ ചരിത്രമുണ്ട്. 5 വർഷക്കാലം ഒരു മുന്നണി ഭരിച്ചാൽ അടുത്ത 5 വർഷക്കാലം മറ്റൊരു മുന്നണി എന്നുള്ള രാഷ്ട്രീയ ചരിത്രം മാറ്റിക്കൊണ്ട് കേരളത്തിലെ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടത് ഗവൺമെന്റ് ഈ കേരളത്തിനകത്ത് തുടർഭരണം നടത്തുക. ആ തുടർഭരണം നടത്തുന്നത് എങ്ങനെയാ? ഈ കേരളത്തിലെ ഓരോ വിഭാഗം മനുഷ്യരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഏറ്റവും ക്രിയാത്മകമായ തരത്തിലേക്ക്, സാധാരണക്കാരൻ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് ഈ കേരളത്തിന്റെ ഭരണം സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇനിയൊരു തവണ കൂടി ഞങ്ങൾ UDF ഈ കേരളത്തിന്റെ മണ്ണിൽ അധികാരത്തിൽ വരില്ല എന്നുള്ള തിരിച്ചറിവ് കേരളത്തിലെ UDFന് ഉണ്ടായതിൽ നിന്നാണ് ഈ സമരത്തിന് അവരിവിടെ നേതൃത്വം കൊടുക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രം ഭരിക്കുന്ന ഈ ഒരു സമയത്ത് ഈ കേരളത്തിന്റെ മണ്ണിൽ ഞങ്ങൾക്കൊരു വേരോട്ടം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നുള്ള അന്വേഷണം BJP നടത്തി. ഒരു അക്കൗണ്ട് ഇവിടെ തുറന്നെങ്കിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ആ അക്കൗണ്ട് നമ്മളൊന്ന് പൂട്ടിച്ച് വിട്ടിട്ടുണ്ട്. അപ്പൊ BJPക്കും ഒരു ബോധ്യമുണ്ടെന്ന്, ഇടതുപക്ഷം ഇവിടെ ഭരിക്കുമ്പോ ഞങ്ങൾക്ക് വേരോട്ടമില്ല, ഞങ്ങൾക്ക് ഈ കേരളത്തിന്റെ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങാൻ കഴിയുകയില്ല എന്ന് ഇവിടുത്തെ BJPയും തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ തക്കം പാർത്ത് നിൽക്കുകയാണ്. തക്കം പാർത്ത് നിൽക്കുന്ന മനുഷ്യരുടെ മുന്നിലേക്കാണ് സ്വർണ്ണക്കടത്ത് കേസ് എന്നുള്ള സ്ഫോടനാത്മകമായ ഒരു വാർത്ത പുറത്തു വരുന്നത്. ആ വാർത്ത പുറത്തു വന്ന സമയം മുതൽ ഇടത് ഗവൺമെന്റിനെതിരെ എങ്ങനെ ഇതിനെ ഉപയോഗിക്കാം എന്നുള്ള തരത്തിലേക്കുള്ള അന്വേഷണവുമായിട്ടാണ് ഇവിടുത്തെ BJPയും UDFും പോയതെന്ന് അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും നമുക്ക് ബോധ്യപ്പെട്ടതാണ്. എന്നാൽ ഇടതുപക്ഷത്തിന്റെ ഗവൺമെന്റ് വളരെ കൃത്യമായി നമ്മൾ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു, ഏറ്റവും ക്രിയാത്മകമായ സുതാര്യമായ അന്വേഷണം സ്വർണ്ണ കള്ളക്കടത്ത് കേസുമായി ഉണ്ടാവണമെന്ന് നമ്മൾ പറഞ്ഞു. കാരണം എന്താ? ഈ രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ തന്നെ തകർക്കുന്ന തരത്തിലേക്കുള്ള ഒരു സാമ്പത്തിക കുറ്റകൃത്യം, അത്തരം ഒരു സാമ്പത്തിക കുറ്റകൃത്യം നടന്നാൽ ആ സാമ്പത്തിക കുറ്റകൃത്യത്തിന്റെ സ്രോതസ് മുതൽ അതിന്റെ ഏറ്റവും അവസാന ഭാഗം വരെ ഏറ്റവും കൃത്യമായി കാര്യക്ഷമമായി അന്വേഷിച്ച് പ്രതികളെ കണ്ടുപിടിക്കണം എന്നുള്ള നിർബന്ധ ബുദ്ധി നമ്മൾ ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. നമ്മൾ അത് പറഞ്ഞു. അങ്ങനെ അന്വേഷണ ഏജൻസികൾ വന്നു. അന്വേഷണ ഏജൻസികൾ വന്നപ്പോ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിന് നമുക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. നമ്മളത് കൃത്യമായി ചൂണ്ടിക്കാട്ടി. അന്വേഷണ ഏജൻസികൾ എന്താ ചെയ്തത്? അന്വേഷണ ഏജൻസികൾ ഇതാ ഇപ്പോ പ്രതികളെ പിടിക്കുമെന്നുള്ള പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ആ അന്വേഷണ ഏജൻസികളുടെ രാഷ്ട്രീയ നേതൃത്വമായ BJP പറയുന്നതിനനുസരിച്ച് കേരളത്തിലെ ഇടത് ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളുമായി പോകുന്നു എന്ന് നമ്മൾ ചൂണ്ടിക്കാട്ടി. നമ്മൾ പറഞ്ഞു, അന്വേഷണ ഏജൻസികളെ BJP രാഷ്ട്രീയ ചട്ടുകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്ന് നമ്മൾ ചൂണ്ടിക്കാട്ടി. നമ്മൾ ചൂണ്ടിക്കാട്ടിയപ്പോ ഇവിടുത്തെ കോൺഗ്രസ് ഒന്നും അത് വിലക്കെടുത്തില്ല. കാരണം എന്താ? കോൺഗ്രസിന്റെ ലക്ഷ്യവും ഇടതിനെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ്. ആ ഇടതിനെ അസ്ഥിരപ്പെടുത്താൻ കേന്ദ്ര ഭരണം മുൻനിർത്തിക്കൊണ്ട് BJP ഒരു ഗൂഢാലോചന നടത്തുന്നുണ്ട്. അപ്പോ ആ ഗൂഢാലോചനയുടെ കൂടെ ഞങ്ങളൊന്ന് നിന്നാൽ ഈ കേരളത്തിലെ ഇടത് ഗവൺമെന്റിനെ അങ്ങ് ഇല്ലാതാക്കാമെന്നുള്ള വ്യാമോഹം ഉള്ളത് കൊണ്ട് കോൺഗ്രസ് ഒന്നും വന്നത് കേട്ടില്ല. എന്നാൽ ഇപ്പൊ കോൺഗ്രസിന്റെ അഭിപ്രായം എന്താണ്?
കോൺഗ്രസിന്റെ സമുന്നത നേതാക്കളെ അവിടെ ED അതാ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ചോദ്യം ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുക. അമ്മയ്ക്ക് കൊറോണ ആയതുകൊണ്ട് 2 ദിവസത്തെ ലീവും കൂടി തരണമെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. 2 ദിവസം കൂടി കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ സമുന്നത നേതാവിനെ ED അറസ്റ്റ് ചെയ്യുന്ന കാഴ്ച അവിടെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ EDക്ക് അനുകൂലമായി നിൽക്കുക. ഈ കേരളത്തിന് പുറത്തെത്തുമ്പോ EDക്കെതിരെ സമരം ചെയ്യാം. ഈ നിലപാടെടുക്കാൻ കോൺഗ്രസിനെ സാധിക്കുകയുള്ളൂ. ഇവിടെയൊന്നും അവിടെയൊന്നും നിലപാടെടുത്തൊക്കെ മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നിങ്ങൾ നോക്ക്, ഈ അക്രമാസക്തമായ സമരത്തിന് കോൺഗ്രസും ലീഗും BJPയും ഇവിടെ നേതൃത്വം കൊടുക്കുമ്പോ ഈ നാട്ടിലെ സാധാരണക്കാരൻ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ ഈ സമരം നടത്തുന്നത്? ആർക്കെതിരെയാണ്? ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരെയാണ് നിങ്ങൾ ഇവിടെ പറയുന്നതെങ്കിൽ, ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നതെങ്കിൽ എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നുള്ള ചോദ്യം ഈ കേരളത്തിലെ പൊതുസമൂഹം ചോദിക്കുന്ന സമയത്ത് അതിന് ഈ സമരാഭാസത്തിന് നേതൃത്വം നൽകുന്നവർക്ക് മറുപടി പറയാനില്ല. ആകെ പറയാനുള്ളത് എന്താ? ഇതൊക്കെ സ്വപ്ന പറഞ്ഞിട്ട. ആരാ പറഞ്ഞെന്ന് നിങ്ങളൊന്ന് നോക്കണം. ഈ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് UAE കോൺസുലേറ്റിലേക്കുള്ള നയതന്ത്ര ബാഗേജിലൂടെ 30 കിലോഗ്രാം സ്വർണം നടത്തിയ കേസിൽ പിടിക്കപ്പെട്ട പ്രതി, 1 വർഷവും 4 മാസവും ഇതേ കേസിൽ ജയിലിൽ കിടന്നിട്ടുള്ള പ്രതി, ആ പ്രതി പറഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങൾ ഇതാ കേൾക്കുന്നത്. അതിനനുസരിച്ചാണ് ഞങ്ങൾ സമരം നടത്തുന്നത് എന്നാണ് ഇവർ പറയുന്നത്. ആ പ്രതി ജയിലിൽ നിന്നൊക്കെ ഇറങ്ങി 164 സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. ആ സ്റ്റേറ്റ്മെന്റ് മാധ്യമങ്ങൾക്ക് മുൻപിൽ വെളിപ്പെടുത്തിയതിന്റെ ശേഷമാണ് ഈ വിഷയങ്ങൾ ഒന്നാകെ ഇവിടെ രംഗത്ത് വന്നിട്ടുള്ളത്. നിങ്ങൾ നോക്ക്, പുതിയതായിട്ട് എന്ത് കാര്യമാണ് ഈ തട്ടിപ്പ് കേസിലെ പ്രതി ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്? മുൻപേ പറഞ്ഞ കാര്യങ്ങൾ പഴയ വീഞ്ഞു പുതിയ കുപ്പിയിലാക്കുന്നു. മുൻപ് പറഞ്ഞ കഥയിലെ സന്ദർഭങ്ങളും കഥാപാത്രങ്ങളും തരം തരം മാറ്റി പറയുകയാണ്. അങ്ങനെ അങ്ങും ഇങ്ങും മാറ്റി പുതിയ കഥ പോലെ അവതരിപ്പിക്കുമ്പോ ഇതൊക്കെ നിങ്ങൾ മുൻപ് പറഞ്ഞതല്ലേ, മുൻപ് പറഞ്ഞ കാര്യങ്ങൾ ഇന്നതല്ലേ എന്ന് ചോദിക്കാൻ ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ ഉൾപ്പെടെ തയ്യാറാകാത്ത കാഴ്ചയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇതേ തട്ടിപ്പ് കേസിലെ പ്രതി, ഇപ്പൊ മുഖ്യമന്ത്രിയെ ചേർത്ത് പറയുന്ന ഈ പ്രതി മുൻപേ പറഞ്ഞ ശബ്ദരേഖ നമ്മൾ കേട്ടു. ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ചേർത്ത് പറഞ്ഞാൽ ഈ തട്ടിപ്പിനകത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞാൽ എന്നെ മാപ്പുസാക്ഷിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള സ്വപ്നയുടെ ശബ്ദരേഖ പുറത്തു വന്നത് നമ്മൾ കേട്ടതാണ്. ഇതേ ഏഷ്യാനെറ്റും മനോരമയും ഉൾപ്പെടെയുള്ള ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ ഇന്റർവ്യൂ കൊടുത്ത സമയത്ത് ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് എനിക്ക് ഔദ്യോഗിക ബന്ധം മാത്രമേ ഉള്ളൂ എന്ന് ഇതേ പ്രതി പറയുന്നത് നമ്മൾ കേട്ടതാണ്. മുഖ്യമന്ത്രിയുടെ ഭാര്യയോടോ മുഖ്യമന്ത്രിയുടെ മകളോടോ നിങ്ങൾക്ക് അടുത്ത ബന്ധമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ല, എനിക്ക് അവരുമായി ഒന്നും ഒരു തരത്തിലുള്ള ബന്ധവുമില്ല എന്ന് പറഞ്ഞ പ്രതി ഇന്നിതാ ഒരു പുതിയ കഥയുമായി വരുമ്പോ, പ്രിയപ്പെട്ടവരെ, ആ കഥ എവിടെ നിന്ന് വന്നു എന്ന് മനസ്സിലാക്കാൻ ഞാനോ നിങ്ങളോ തലകുത്തി നിൽക്കേണ്ട കാര്യമില്ല. ഞാനോ നിങ്ങളോ ഈ കേരളം ഒന്നാകെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. ഒരൊറ്റ കാര്യത്തിലൂടെ നമുക്കത് മനസ്സിലാകും. ഈ തട്ടിപ്പ് കേസിലെ പ്രതി പുറത്തു വന്ന് നേരെ പോയത് എവിടേക്കാ? ജയിലിൽ നിന്നിറങ്ങി 2 മാസത്തിനകം RSS അനുകൂല സ്ഥാപനത്തിനകത്ത് പ്രതിക്കും പ്രതിയുടെ സുഹൃത്തിനും ജോലി കൊടുക്കുക. എനിക്കോ നിങ്ങൾക്കോ ഒക്കെ കിട്ടുമോ? നമ്മളെങ്ങാനും ഒരു വല്ല ചെറിയ കേസിനകത്ത് പ്രതിയായിട്ടുള്ള ആരെയെങ്കിലും എന്റെയോ നിങ്ങളുടെയോ സ്ഥാപനത്തിനകത്ത് ജോലിക്കെടുക്കാൻ വേണ്ടി തയ്യാറാകുമോ? എനിക്കോ നിങ്ങൾക്കോ വല്ല ജോലി ഉണ്ടായിട്ട് നമ്മളെങ്ങാനും വല്ല കേസിലും ഉണ്ടെങ്കിൽ ഉള്ള ജോലിയും പോയി കിട്ടും. ആ സ്ഥലത്തിലാണ് കേരളത്തെ പിടിച്ചു കുലുക്കിയ തട്ടിപ്പ് കേസിലെ പ്രതിയെ മാലയിട്ട് സ്വീകരിച്ചു കൊണ്ടുവന്ന് RSS അനുകൂല സ്ഥാപനത്തിനകത്ത് അവർക്ക് ജോലി കൊടുക്കുക. അവർക്കും അവരുടെ കൂട്ടുകാരനും മാസ ശമ്പളം തീരുമാനിച്ചു കൊടുക്കുന്നു. ഈ തട്ടിപ്പ് കേസിലെ പ്രതി ഇന്ന് ആരെ കാണണം, ഏത് മാധ്യമത്തെ കാണണം, എന്തു പറയണം, എങ്ങനെ പ്രതികരിക്കണമെന്ന് ആ സ്ഥാപനത്തിലുള്ളവർ തീരുമാനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ബിജെപിയുടെ ഗൂഢാലോചനയ്ക്കനുസരിച്ച് ഈ പ്രതിയെ പാവകളിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനം ഇതേ പ്രതി അദ്ദേഹത്തിന്റെ സുഹൃത്തിനോട് സംസാരിക്കുന്നതിന്റെ ശബ്ദരേഖയും പുറത്തു വരിക. എന്തിനാണ് മുൻപ് പറയാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഇപ്പൊ നിങ്ങൾ വീണ്ടും പറയുന്നത് എന്നുള്ള ചോദ്യത്തിന് എനിക്ക് മാസ ശമ്പളം ലഭിക്കുന്നത് കൊണ്ട് എന്നാണ് ഈ തട്ടിപ്പ് കേസിലെ പ്രതി പറയുന്നുള്ളത്. അതായത് വളരെ കൃത്യമായി പറഞ്ഞാൽ നിങ്ങൾ നോക്ക്, RSSകാര് ജോലി കൊടുക്കുകയല്ല ചെയ്തത്,
RSSകാര് വിലക്കെടുത്തുകൊണ്ട് ഈ കേരളത്തിലെ ഇടത് ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നു. അവരവിടെ നിന്ന് പറഞ്ഞ് ഇവിടെ പുറത്തെത്തുന്നതിന്റെ മുൻപേ ഇവിടെ കോൺഗ്രസും ലീഗും സമരത്തിന് നേതൃത്വം കൊടുക്കുന്നു. അങ്ങനെ അങ്ങ് ഈ കേരളത്തിലെ ഇടതുപക്ഷത്തെ ഇല്ലാതാക്കാമെന്നാണ് ഇവിടുത്തെ കോൺഗ്രസും ലീഗും ഒക്കെ കരുതിയതെങ്കിൽ പ്രിയപ്പെട്ട കോൺഗ്രസെ, ലീഗെ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഈ നാട്ടിലെ പൊതുസമൂഹം അവരൊന്നാകെ ഈ കേരളത്തിലെ ഇടത് ഗവൺമെന്റിനെ സംരക്ഷിക്കാൻ ഈ കേരളത്തിന്റെ തെരുവോരത്ത് ഇറങ്ങുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ഈ രാജ്യത്താകമാനം വർഗീയ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോ ഈ കേരളത്തിന്റെ മണ്ണ് ഒരു വർഗീയ കലാപത്തിനും വേദിയാകാതെ വർഗീയ ശക്തികളെ കേരളത്തിന് പുറത്ത് വടിക്ക് പുറത്ത് നിർത്തുന്നത് ഈ കേരളത്തിന്റെ മണ്ണ് ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ടാണ്. മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് ഈ കേരളത്തിലെ സാധാരണക്കാരനെ ചേർത്ത് നിർത്തുന്ന ആ ഇടതുപക്ഷത്തോടൊപ്പമാണ് ഞങ്ങളെന്ന് ഈ കേരളത്തിലെ പൊതുസമൂഹം ഒന്നാകെ ഒറ്റക്കെട്ടായി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ കേരളത്തിലെ ജനത ഈ ഗവൺമെന്റിനകത്ത് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞത്, ഈ ഇടത് ഗവൺമെന്റിനെ ഞങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നു എന്ന് പറഞ്ഞത് നമ്മൾ നേരിട്ട് കണ്ടതല്ലേ? ആ പറഞ്ഞതിന്റെ ഭാഗമല്ലേ ഈ കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് ചരിത്രത്തിൽ ആദ്യമായ ഒരു ഗവൺമെന്റിന് തുടർ ഭരണം കിട്ടിയിട്ടുള്ളത്? സഖാവ് പിണറായി വിജയൻ ഒന്നാം പിണറായി ഗവൺമെന്റിലൂടെ ഏറ്റവും മാതൃകയാർന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തതിന്റെ ഭാഗമായിട്ടല്ലേ? ഈ നാട്ടിലെ സാധാരണക്കാരനോട് കൊടുത്ത വാക്ക് പാലിച്ചതിന്റെ ഭാഗമായിട്ടല്ലേ? ഈ നാട്ടിലെ സാധാരണക്കാരന് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം ഈ കേരളത്തിന്റെ മണ്ണിൽ ഒരുക്കിയതിന്റെ ഭാഗമായിട്ടല്ലേ ഈ കേരളത്തിലെ ജനത ഇടത് ഗവൺമെന്റിൽ വിശ്വാസം അർപ്പിച്ചു? ആ ഇടത് ഗവൺമെന്റ് ഈ കേരളത്തിന്റെ മണ്ണ് ഇനി അങ്ങോട്ട് ഭരിച്ചാൽ മതി എന്ന് ഈ നാട്ടിലെ സാധാരണക്കാരൻ തീരുമാനിച്ചത് നമ്മൾ കണ്ടതല്ലേ? അപ്പോ ഇത് കാണുമ്പോ ഇവിടുത്തെ കോൺഗ്രസിനും ലീഗിനും BJPക്കും ഒക്കെ ചെറുതല്ലാത്ത പ്രയാസം ഉണ്ടാകും. എന്താ പ്രയാസത്തിന് കാരണം? ഇനിയൊരു മടങ്ങി വരവ് ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് ഇവിടുത്തെ കോൺഗ്രസും ഇവിടുത്തെ മുസ്ലിം ലീഗും തിരിച്ചറിയുന്നുണ്ട്. ഒരു തരത്തിലും കേരളത്തിന്റെ മണ്ണിലേക്ക് ഞങ്ങൾക്ക് കടന്നു കയറാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് ഇവിടുത്തെ BJP തിരിച്ചറിയുന്നുണ്ട്. ഇവിടെ ഇടത് ഗവൺമെന്റിനെതിരെ സത്യത്തിന്റെ ഒരു കണിക പോലും ഇല്ലാത്തൊരു വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരാഭാസം നടത്തിയ ഇവിടുത്തെ BJPക്കാർ എന്തേ നിങ്ങൾ കാണാത്തു? നിങ്ങളുടെ BJP നേതൃത്വം കൊടുക്കുന്ന ഈ രാജ്യത്തിന്റെ ഗവൺമെന്റിനെതിരെ ഇതാ രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും കലാപങ്ങളും ഉയർന്നു വരുന്നു. എന്തേ നിങ്ങൾ അത് കാണാത്തു? കഴിഞ്ഞ 8 വർഷക്കാലമായി ഈ രാജ്യത്തിന്റെ മണ്ണ് BJPയുടെ നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദി ഭരിക്കുക. എന്താണ് നാളിതുവരെ ഈ നാട് ഭരിച്ച് ഈ രാജ്യത്തിന് വേണ്ടി BJP നേടിത്തന്നത് എന്നുള്ള ചോദ്യം ഞങ്ങൾ ചോദിക്കുമ്പോ അതിന് ഉത്തരം പറയാൻ നിങ്ങൾക്ക് സാധിക്കൂ? ഇപ്പോഴീ അഗ്നിപഥിന്റെ സമരം ഈ രാജ്യത്താകമാനം അരങ്ങേറുന്നു. എല്ലാ കാലത്തും നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിനെതിരെ ഈ രാജ്യത്ത് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള സാഹചര്യം ഒരുക്കി തരണമെന്ന് പറഞ്ഞ് സമരം ചെയ്തവരാണ് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ളവർ. പെട്രോളിനും ഡീസലിനും പാചകവാതകത്തിനും അനുദിനം വില വർദ്ധിക്കുന്നു. അവശ്യ മരുന്നുകളുടേതുൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് ഇവിടെ വില വർദ്ധിക്കുന്നു. എനിക്കും നിങ്ങൾക്കും ജീവിക്കാൻ ആവശ്യമായ ഈ രാജ്യത്താകമാനമുള്ള സാധാരണക്കാരായ മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം ഇവിടെ ഒരുക്കി തരണമെന്ന് പറഞ്ഞ് രാജ്യവ്യാപകമായി നരേന്ദ്രമോദിക്കെതിരെ പ്രതിഷേധം ഉയർന്നതാണ്. കർഷക മക്കൾ നടത്തിയിട്ടുള്ള ഐതിഹാസികമായ സമരം നമ്മളുടെ കൺമുൻപിലുണ്ട്. ഈ രാജ്യത്തിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നാകെ നരേന്ദ്രമോദി വിൽക്കാൻ വേണ്ടി തയ്യാറായത് നമ്മളുടെ കണ്ണിന് മുന്നിലുണ്ട്. കോവിഡ് വന്ന് ലോകത്താകമാനമുള്ള മനുഷ്യർ പ്രയാസപ്പെട്ട സമയത്ത് ആ കോവിഡിനെ കൃത്യമായി പ്രതിരോധിക്കാതെ ചികിത്സ കിട്ടാതെ മനുഷ്യർ മരിച്ചു വീഴുന്ന നാടായി ഇന്ത്യ രാജ്യത്തെ മാറ്റിയത് ഈ നരേന്ദ്രമോദി ഈ വണ്ട് ഭരിക്കുമ്പോഴാണ് എന്ന് ഈ നാട് തിരിച്ചറിയുന്നുണ്ട്. ആ BJPക്ക് എന്ത് അർഹതയാണുള്ളത് ഈ കേരളത്തിന്റെ മണ്ണിൽ വന്ന് ഈ കേരളത്തിലെ ഇടത് ഗവൺമെന്റിനെതിരെ സമരം ചെയ്യാൻ? ആ BJPക്ക് എന്ത് അർഹതയുണ്ട് പ്രിയപ്പെട്ടവരെ? ഇപ്പൊ BJPക്കാരൻ സമരത്തിന് പോയി തിരിച്ചു തന്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നുണ്ടില്ലേ? ഓരോ ദിവസവും ഇന്ന് ജില്ലാ കേന്ദ്രത്തില്, നാളെ മറ്റൊരു കേന്ദ്രത്തില് എന്നുള്ള കണക്കിൽ ഇവിടെ സമരം നടത്തി തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നാൽ BJP ഭരിക്കുന്ന UPയില് തിരിച്ച് സമരത്തിൽ പങ്കെടുത്ത്
ഈ ഗവൺമെന്റിനെതിരെ BJPക്കെതിരെ സംസാരിച്ചു എന്നുള്ളതിന് ഒരു സമരത്തിൽ പങ്കെടുത്ത് തിരിച്ചു വന്നപ്പോ തന്റെ വീട് ബുൾഡോസർ വെച്ച് പൊളിച്ച കാഴ്ചയാണ് കാണേണ്ടി വന്നിട്ടുള്ളത്. എന്നാൽ ഈ കേരളത്തിന്റെ മണ്ണിൽ ഏതെങ്കിലും ഒരു BJPക്കാരന് ആ അവസ്ഥ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. എത്ര തന്നെ ഈ കേരളത്തിലെ ഗവൺമെന്റിനെതിരെ നിങ്ങൾ സമരം ചെയ്താലോ തിരിച്ചു വരുമ്പോ നിങ്ങളുടെ വീട് അവിടെ ബുൾഡോസർ കൊണ്ട് പൊളിച്ചിടാത്ത സാഹചര്യം ഈ കേരളത്തിൽ ഉണ്ടായത് പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിന്റെ മണ്ണ് ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ടാണ് എന്ന് സമരത്തിന് പോകുന്ന ഓരോ BJPക്കാരനും ഒന്ന് ഓർത്താൽ വന്ന് അതാണ് ഞങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷം. ഓരോ മനുഷ്യനെയും ചേർത്ത് നിർത്തുന്ന പാരമ്പര്യമാണ് ഈ കേരളത്തിലെ ഇടത് ഗവൺമെന്റിന് ഉണ്ടായിട്ടുള്ളത്. എത്ര തന്നെ വികസനങ്ങൾ ഈ നാട്ടിൽ നടത്താൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ് എല്ലാത്തിനും തുരങ്കം വെക്കുന്ന പ്രതിപക്ഷമുള്ള അതേ സമയത്ത് ഈ കേരളത്തിന്റെ മണ്ണിൽ വികസന കുതിപ്പ് നടത്താൻ വേണ്ടി ഈ കേരളത്തിലെ ഇടത് ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കോവിഡ് എനിക്കും നിങ്ങൾക്കും ഒക്കെ പുതിയ അനുഭവം, വൈദ്യശാസ്ത്രത്തിന് വരെ പുതിയ അനുഭവമായി കോവിഡ് വന്നു. അപ്പൊ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നമ്മളോട് പറഞ്ഞു, വീടിനകത്ത് ഇരുന്നോളൂ, പാത്രം കൊട്ടിക്കോളൂ, വിളക്ക് കത്തിച്ചോളൂ. ഇതൊക്കെ എന്തിനാന്ന് അന്നും നമുക്കറിയില്ല, ഇന്നും നമുക്കറിയില്ല. അപ്പൊ ഈ കേരളത്തിലെ ഇടത് ഗവൺമെന്റ് നമ്മളോട് പറഞ്ഞു, ഭയപ്പെടാതെ ജാഗ്രതയോടുകൂടി നിങ്ങൾ നിൽക്കണമെന്ന് പറഞ്ഞു. ഏറ്റവും ആദ്യം കോവിഡിന്റെ ചികിത്സ സൗജന്യമായിട്ട് പ്രഖ്യാപിച്ചു. അപ്പൊ നമ്മുടെ പകുതി ആശങ്ക അവിടെ തീർന്നു. കോവിഡ് വന്നാൽ നമ്മൾ എങ്ങനെ ചികിത്സയ്ക്ക് പോകും, അതിനെ എങ്ങനെ നേരിടും, അതിനുള്ള വരുമാനം, അതിനുള്ള ചെലവ് തുടങ്ങി ആ ആശങ്കകളൊക്കെ ആദ്യഘട്ടത്തിൽ തന്നെ ഈ കേരളത്തിലെ ഗവൺമെന്റ് മാറ്റി നിർത്തുന്നത് നമ്മൾ കണ്ടു. അപ്പോ ഈ കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോ അവിടെ നമ്മൾ കണ്ട കാഴ്ച എന്താ? കൃത്യമായി മരുന്ന് ലഭിക്കാതെ, കൃത്യമായി ഓക്സിജൻ ലഭിക്കാതെ, കൃത്യമായി ചികിത്സ ലഭിക്കാതെ കോവിഡ് ബാധിച്ച മനുഷ്യർ മരണപ്പെടുന്ന കാഴ്ച ഈ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നമ്മൾ കാണുക. എന്നാൽ ഈ കേരളത്തിൽ ആ ഒരു സാഹചര്യം ഇല്ലാതിരുന്നത് ഈ കേരളത്തിൽ ഇടത് ഗവൺമെന്റ് ഭരിക്കുന്നത് കൊണ്ടാണെന്ന് പ്രിയപ്പെട്ടവരെ ഈ നാട് തിരിച്ചറിയുന്നുണ്ട്. ആ ഇടത് ഗവൺമെന്റിനെ ചേർത്ത് നിർത്താൻ ഈ കേരളത്തിലെ പൊതുസമൂഹം ഉണ്ടാകുമെന്നുള്ളത് ഇവിടുത്തെ അക്രമകാരികൾ മറക്കരുത്. ഇവിടെ ഇതാ വളരെ കൃത്യമായി ലോക്ക്ഡൌണായി ഞാനും നിങ്ങളും വീടിനകത്ത് ഇരുന്നപ്പോ നമ്മളുടെ കുടുംബം പട്ടിണിയാകരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി ഈ കേരളത്തിലെ ഇടത് ഗവൺമെന്റിന് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി കിച്ചണുകൾ തുടങ്ങുന്നത്. അങ്ങനെയാണ് നമ്മൾ അവശ്യ സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള കിറ്റ് ഓരോ സാധാരണക്കാരന്റെ വീടുകൾക്കകത്തേക്കും നമ്മൾ എത്തിച്ചു കൊടുത്തത്. നിങ്ങൾ നോക്കൂ, മുഖ്യമന്ത്രി എല്ലാ ദിവസവും വൈകുന്നേരം അന്നന്നത്തെ സാഹചര്യങ്ങൾ നമ്മളുടെ എല്ലാവരുടെയും അറിവിലേക്കായി പങ്കുവെക്കാറുണ്ട്. നമ്മൾ എടുക്കേണ്ട പ്രതിരോധ പ്രവർത്തനങ്ങളെ കുറിച്ച്, ഇടപെടലുകളെ കുറിച്ചെല്ലാം ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി നമ്മളോട് വൈകുന്നേരങ്ങളിൽ സംവദിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അങ്ങനെ സംവദിച്ച സമയത്ത് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ, നമ്മൾ പട്ടിണിയാകുന്നതും നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനുമുള്ള സാഹചര്യം ഒരുക്കുന്ന അതേ സമയത്ത് അമ്പലങ്ങളിലും തെരുവോരങ്ങളിലുമുള്ള കുരങ്ങന്മാർക്കും പട്ടികൾക്കുമെല്ലാം നിങ്ങൾ ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞ മനുഷ്യനപ്പുറത്തേക്ക് ജീവജാലങ്ങൾ കൂടി പട്ടിണി കിടക്കരുത് എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി ഇടപെട്ട മനുഷ്യത്വത്തിന്റെ പേരാണ് ഇടതുപക്ഷമെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ഇടതുപക്ഷത്തോടൊപ്പം ഈ കേരളത്തിലെ പൊതുസമൂഹം നിലകൊള്ളുമെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയവുമില്ല. ഇപ്പോഴിതാ ഈ കേരളത്തിൽ 60 ലക്ഷം വരുന്ന മനുഷ്യര് ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട്. വളരെ കൃത്യമായി നമ്മളുടെ വീടുകൾക്കകത്ത് 1600 രൂപ മുടങ്ങാതെ എത്തുന്നുണ്ട്. കോവിഡിന്റെ പ്രതിസന്ധി സൃഷ്ടിച്ച കാലഘട്ടത്തിൽ പോലും അത് മുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇവിടെ UDF ഭരിക്കുന്ന സമയത്ത് 600 രൂപ ഉണ്ടായിരുന്നത് 18 മാസത്തോളം അത് കുടിശ്ശികയായിരുന്നെന്നും ഞങ്ങളുടെ കൈകളിലേക്ക് അത് കൃത്യമായി ലഭിച്ചിരുന്നില്ല എന്നും ഈ കേരളത്തിന്റെ മണ്ണ് ഇടതുപക്ഷ ഭരിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് അർഹതപ്പെട്ട ക്ഷേമ പെൻഷൻ ഞങ്ങളുടെ കൈകളിലേക്ക് കൃത്യമായി വീടുകൾക്കകത്തേക്ക് എത്താൻ വേണ്ടി തുടങ്ങിയത് എന്നുള്ള തിരിച്ചറിവുള്ള ഈ കേരളത്തിലെ സാധാരണക്കാരൻ ഈ ഇടതുപക്ഷത്തെ ചേർത്ത് നിർത്തുമെന്നുള്ള കാര്യത്തിൽ ആർക്കാണ് സംശയമുള്ളത്? കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നിർത്തുമെന്ന് പറഞ്ഞ പദ്ധതിയാണ് ലൈഫ് പദ്ധതി. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ആ പദ്ധതി നിർത്തുമെന്ന് പറയണമെങ്കിൽ എത്രമാത്രം മനസാക്ഷി ഇല്ലാത്തവരാണ് അവർ. ലൈഫ് പദ്ധതി എന്തിനുള്ളതാ? ഈ നാട്ടിലെ സാധാരണക്കാരന്, വീടില്ലാത്തവന് വീട് വെച്ചു കൊടുക്കുന്നതിനുള്ള പദ്ധതി. ആ വീട് വെച്ചു കൊടുക്കുന്നതിനുള്ള പദ്ധതി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ നിർത്തലാക്കുമെന്നാണ് ഇവിടെ UDF പറഞ്ഞത്
ആയതെങ്കിൽ ഞങ്ങൾ ഇതാ ഇടതുപക്ഷം തിരിച്ചറിഞ്ഞു. സ്വന്തമായിട്ട് ഒരു കൂരയില്ലാത്ത മനുഷ്യനെന്നാൽ ആ മനുഷ്യന് അത്രയും ആവതില്ലാത്തവനാണെന്നും സ്വന്തമായിട്ട് ഒരു വീടില്ലാത്തവരായി ഈ കേരളത്തിന്റെ മണ്ണിൽ ഒരു മനുഷ്യനും ഉണ്ടാകരുത് എന്നുള്ള നിലപാട് ഈ കേരളത്തിലെ ഇടത് ഗവൺമെന്റിനുള്ളതിന്റെ ഭാഗമായിട്ടാണ് പ്രിയപ്പെട്ടവരെ ലൈഫ് പദ്ധതിയിലൂടെ 2,65,008 വീടുകൾ ഈ കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് വെച്ചു കൊടുക്കാൻ ഇടതുപക്ഷത്തിനായിട്ടുള്ളത്. അത് ഈ നാട് തിരിച്ചറിയുന്നില്ലേ? ഇന്നിതാ അർഹതപ്പെട്ട അവകാശങ്ങൾ നേടിയെടുക്കാൻ, ധനസഹായങ്ങൾ ഉൾപ്പെടെ നേടിയെടുക്കാൻ ഒരു മനുഷ്യനും ഒരു പന്തലിലും മുഖ്യമന്ത്രിയെ പോയി കാണാൻ ക്യൂ നിൽക്കേണ്ട സാഹചര്യമില്ല. മുൻപ് ഉമ്മൻചാണ്ടി ഇവിടെ ഭരിക്കുമ്പോ ജനസമ്പർക്ക പരിപാടിയാണ്. വലിയ പന്തലിട്ട് ഇന്ന ദിവസം മുഖ്യമന്ത്രി ജില്ലയിൽ വരുമെന്ന് പറഞ്ഞാൽ കിടപ്പിലായ രോഗി ഉൾപ്പെടെ ആംബുലൻസ് വിളിച്ചു പോണ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് ആ പന്തലിൽ പോയി മണിക്കൂറുകളോളം ക്യൂ നിൽക്കണം. എന്തിനാ? ഈ അപേക്ഷയൊന്ന് കൊടുത്ത് തനിക്ക് അർഹതപ്പെട്ട ധനസഹായം ഒരു ഔദാര്യം കണക്കിന് ഇങ്ങനെ വാങ്ങാൻ വേണ്ടി കാത്തു നിൽക്കണം. അങ്ങനെ 12 കോടി രൂപയാണ് കൊടുത്തതല്ല, 12 കോടി രൂപയാണ് ഈ പന്തലിനും മറ്റ് ഈ കെട്ടുമട്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചിട്ടുള്ളത്. എന്നാൽ ഇതാ ഇടതുപക്ഷം ഈ കേരളത്തിന്റെ മണ്ണിൽ അധികാരത്തിൽ വന്നപ്പോ ഈ ധനസഹായങ്ങൾ ആരുടെയും ഔദാര്യമല്ല, അവകാശമാണെന്നുള്ള തിരിച്ചറിവ് ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. ഒരു ജനസമ്പർക്ക മാമാങ്കവും ഇല്ലാതെ ഈ നാട്ടിലെ സാധാരണക്കാരന് അവൻ അർഹതപ്പെട്ട ധനസഹായം അവന്റെ കൈകളിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്കുള്ള തീരുമാനവുമായി പോയ ഇടത് ഗവൺമെന്റ്, ആ ഇടത് ഗവൺമെന്റിനോടൊപ്പമാണ് ഈ കേരളത്തിലെ പൊതുസമൂഹം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇന്ന് നിങ്ങൾ നോക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾ SSLCയുടെ പരീക്ഷാ ഫലം വരുന്നു, +2വിന്റെ പരീക്ഷാ ഫലം വരുന്നു. കോവിഡ് പ്രതിസന്ധി സൃഷ്ടിച്ച സമയത്ത് ഈ കേരളത്തിന് പുറത്തുള്ള കുഞ്ഞുങ്ങളുടെ എല്ലാം അധ്യയനങ്ങൾ, അവരുടെ വിദ്യാഭ്യാസങ്ങൾ, പഠനങ്ങൾ മുടങ്ങിയെങ്കിൽ ഈ കേരളത്തിന്റെ മണ്ണിൽ മാത്രം നമ്മളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം മുടങ്ങാതെ കോവിഡ് പ്രതികൂലമായ കാലഘട്ടത്ത് പോലും ആ വിദ്യാഭ്യാസ മേഖലയെ ചേർത്ത് നിർത്താൻ സാധിച്ചിട്ടുള്ളത് ഈ കേരളത്തിന്റെ മണ്ണ് ഇടതുപക്ഷം ഭരിച്ചതുകൊണ്ടാണ്. ഇവിടെ ഇതാ UDF ഭരിക്കുന്ന സമയത്ത് ലാഭകരമല്ല എന്നുള്ളതിന്റെ പേരിൽ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചതിൽ നമ്മുടെ മങ്ങാട്ടുമുറി സ്കൂൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ലാഭകരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിലെ വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടാൻ വേണ്ടിയാണ് ഇവിടുത്തെ മുസ്ലിം ലീഗും കോൺഗ്രസും ഉൾപ്പെടെയുള്ള UDF തയ്യാറായതെങ്കിൽ ഞങ്ങൾ ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോൾ നമ്മൾ പറഞ്ഞു, സാധാരണക്കാരന്റെ കുട്ടി പഠിക്കുന്ന സ്കൂളുകൾ അടച്ചുപൂട്ടുക എന്നുള്ളതല്ല ഞങ്ങളുടെ നിലപാടെന്ന് പറഞ്ഞുകൊണ്ട് ആ വിദ്യാലയങ്ങൾ ഏറ്റെടുത്ത് അവിടെ ഹൈടെക് സ്കൂളുകളാക്കി രാജ്യത്തിനും ലോകത്തിനും മാതൃകയാക്കി ഈ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയെ രാജ്യത്ത് തന്നെ 1ാം സ്ഥാനത്ത് എത്തിച്ചതിന്റെ കൂടി ഭാഗമായിട്ടാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ UDF ഭരിക്കുമ്പോ സ്കൂളുകൾ അടച്ചുപൂട്ടാൻ വേണ്ടിയാണ് തയ്യാറായിരുന്നതെങ്കിൽ, വിദ്യാലയങ്ങളിൽ നിന്ന് 4.5 ലക്ഷം വരുന്ന കുട്ടികളുടെ കൊഴിഞ്ഞുപോക്കാണ് ഉണ്ടായതെങ്കിൽ, ഞങ്ങൾ ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോ 10 ലക്ഷം വരുന്ന കുട്ടികൾ പുതുതായി ഈ കേരളത്തിന്റെ സർക്കാർ വിദ്യാലയങ്ങളിലേക്ക് കടന്നു വന്നു എന്ന് നമ്മൾ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർക്ക് അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി സാധിക്കും. ആ വിദ്യാർത്ഥികൾ, ആ രക്ഷിതാക്കൾ, ഇതെല്ലാം കാണുന്ന പൊതുസമൂഹം ഈ കേരളത്തിലെ ഇടത് ഗവൺമെന്റിനെ ചേർത്ത് നിർത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ കേരളത്തിൽ BJP ഒരു തട്ടിപ്പ് കേസിലെ പ്രതിയെ വിലക്കെടുത്തുകൊണ്ട് നടത്തുന്ന സമരാഭാസത്തെ ഈ കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം ഒറ്റക്കെട്ടായി ചെറുത്തു തോൽപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു തർക്കവുമില്ല. ആദ്യം ഒരു ബിരിയാണി ചെമ്പുമായി സമരത്തിനിറങ്ങുക, റോട്ടിലേക്ക് അങ്ങോട്ട് ഇറങ്ങുക. 2ാമത്തെ ദിവസം ബിരിയാണി ചെമ്പ് ഗർഭപാത്രമായി, അത് പിന്നെ എടുക്കാൻ പറ്റാത്തോണ്ടായിരിക്കും ആരും വരുന്ന നമ്മൾ കണ്ടില്ല. അടുത്ത ദിവസം മാസ്ക് ആണ്, കറുത്ത മാസ്ക്. മുഖ്യമന്ത്രിക്ക് കറുത്ത മാസ്കിനോട് അലർജിയാണ് എന്നാ പറയുന്നത്. ആർക്കാണ് കറുപ്പിനോട് അലർജി? കറുത്ത വാഹനം ഔദ്യോഗിക വാഹനമായുള്ള ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എപ്പോഴാണ് കറുപ്പിനോട് അലർജി എന്ന് പറഞ്ഞിട്ടുള്ളത്? കറുപ്പിനോട്, കറുത്ത മാസ്കിനോട് മുഖ്യമന്ത്രി നോ പറയുമെന്ന് പറഞ്ഞ് വാർത്ത വരുന്ന അതേ ദിവസം ഈ മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിയിൽ EMSന്റെ ലോകം സെമിനാർ നടക്കുമ്പോ ആ സെമിനാറിനകത്ത് പങ്കെടുക്കുന്ന മുഴുവൻ വളണ്ടിയേഴ്സിന്റെയും യൂണിഫോം കറുത്തതാണ്. ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. എങ്ങനെയാണപ്പോ ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ വാർത്ത പ്രചരിപ്പിക്കുന്നതെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ടല്ലോ. ഈ മാധ്യമങ്ങൾ വളരെ ബോധപൂർവം മറന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ കേരളത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത്, UDF ഇവിടെ ഭരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയെ കാണാൻ കറുത്ത വസ്ത്രം ധരിച്ചു വന്ന
ശക്തികളോട് മുഖ്യമന്ത്രിയെ കാണണമെങ്കിൽ അത് അഴിക്കണമെന്ന് പറഞ്ഞ ഒരു ഭൂതകാലം ഈ കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കാൻ വന്ന ആദിവാസി സ്ത്രീകൾ, അവർക്ക് ഇതൊന്നും അറിയില്ല. അവരുടെ ചേല കറുത്ത കളറായപ്പോ മുഖ്യമന്ത്രിയെ കാണണമെങ്കിൽ അത് അഴിക്കണമെന്ന് പറഞ്ഞത് ഈ കേരളത്തിൽ UDF ഭരിക്കുമ്പോ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരിക്കുമ്പോഴായിരുന്നു എന്നുള്ളത് ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ ബോധപൂർവം മറക്കുക. ഈ പ്രിയപ്പെട്ട പ്രസ്ഥാനം DYFI കൂത്തുപറമ്പിൽ ഒരു മന്ത്രിയെ കറുത്ത കൊടി ഉയർത്തി കാണിച്ചു പ്രതിഷേധിച്ചതിന്റെ ഭാഗമായി ഉശിരനായ സഖാക്കളുടെ ജീവൻ നഷ്ടപ്പെട്ട പ്രസ്ഥാനമാണ് DYFI. ഇതെല്ലാം മറന്നുകൊണ്ട് ഈ കേരളത്തിന്റെ മണ്ണിൽ അസത്യം പ്രചരിപ്പിച്ചുകൊണ്ട് സമരാഭാസത്തിന് പ്രതിഷേധത്തിന് നേതൃത്വം കൊടുക്കാൻ BJPയും കോൺഗ്രസും ലീഗും തയ്യാറാകുമ്പോ ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ അതിന് കുടപിടിക്കുന്ന കാഴ്ച കൂടി നമ്മൾ കാണുക. ആ പ്രതിഷേധങ്ങളുടെ ഏറ്റവും അവസാനത്തില് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വിമാനത്തിനകത്ത് വെച്ച് ആക്രമിക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസുകാർ തയ്യാറാകുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഈ രാജ്യത്തിന്റെ വ്യോമഗതാഗത ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ ഒരു മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ വേണ്ടി വിമാനത്തിനകത്ത് വെച്ച് ആക്രമിക്കാൻ വേണ്ടി തയ്യാറാകുന്നത്. അപ്പൊ കോൺഗ്രസ് അതിനെ ന്യായീകരിക്കുന്നത് എങ്ങനെയാ? അത് ഞങ്ങൾ പ്രതിഷേധിച്ചതാണ് എന്ന്. സീറ്റ് ബെൽറ്റ് ധരിച്ച് വിമാനത്തിനകത്തിരിക്കുന്ന ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നേർക്ക് ആക്രോശിച്ചുകൊണ്ട് ഓടി വരുന്നത് പ്രതിഷേധിക്കാനാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഈ കേരളത്തിലെ പൊതുസമൂഹം അത് വിശ്വസിക്കണമെന്നാണോ? പ്രിയപ്പെട്ട സഖാവ് VP കൃത്യസമയത്ത് ഇടപെട്ടതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ഇവിടെ ഇതാ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നുകൊണ്ട് മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറാവുക. അപ്പൊ ഇവിടുത്തെ മാധ്യമങ്ങളോ ഇവിടുത്തെ വലതുപക്ഷവും ഒരേപോലെ ചോദിക്കുക, മുഖ്യമന്ത്രിക്ക് എന്തിനിത്ര സുരക്ഷ? എല്ലാ കാലത്തും മുഖ്യമന്ത്രിമാർക്ക് സുരക്ഷ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ സഖാവ് പിണറായി വിജയനുള്ള സുരക്ഷയെ കുറിച്ച് ഇവർ ചർച്ച ചെയ്തത് എന്തിനെന്ന് നമുക്ക് ബോധ്യപ്പെട്ടില്ലേ? അനായാസമായി മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ വേണ്ടി സാധിക്കണം. അതിന് മുഖ്യമന്ത്രിയുടെ സുരക്ഷയെ കുറിച്ച് ചർച്ച ചെയ്യുക. വിമാനത്തിനകത്ത് മുഖ്യമന്ത്രിയുടെ കൂടെ 2 ആൾ മാത്രമേ ഉണ്ടാകൂ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് 12,000 രൂപ നിരക്കിലുള്ള 3 ടിക്കറ്റ് എടുത്ത് വിമാനത്തിനകത്ത് കയറി വിമാനത്തിനകത്ത് എഴുന്നേൽക്കാനുള്ള നിർദ്ദേശം വരുന്നതിന്റെ മുൻപേ തന്നെ സീറ്റ് വലിച്ചിട്ടിരിക്കുന്ന ഈ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ ആക്രമിക്കാനാണ് കോൺഗ്രസ് തയ്യാറായത് എന്ന് പ്രിയപ്പെട്ടവരെ ഈ നാടൊന്നാകെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിന് യൂത്ത് കോൺഗ്രസിനെതിരെ, ഈ അക്രമ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർക്കെതിരെ ഈ കേരളത്തിലെ പൊതുസമൂഹം തന്നെ തിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോ അത് കഴിഞ്ഞപ്പോ യൂത്ത് കോൺഗ്രസിന് വലിയ പരാതിയാണ്. EP ഞങ്ങളെ ഉന്തി, EP ഞങ്ങളെ കുത്തി. അപ്പൊ ഇവിടുത്തെ മാധ്യമങ്ങൾ EP അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? യൂത്ത് കോൺഗ്രസ് വിമാനത്തിനകത്ത് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറായത് ശരിയായോ എന്ന ചോദ്യം ഉയർത്തുന്നതിന് പകരം EP ചെയ്തത് ശരിയായോ എന്നുള്ള ചോദ്യം ഉൾപ്പെടെ ഉയർത്തിയ മാധ്യമങ്ങൾ ഇവിടെയുണ്ട്. കേരളത്തിലെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ മണ്ണിനകത്ത് ഈ കേരളത്തിന്റെ തെരുവോരത്ത് ആക്രമിക്കാൻ വേണ്ടി തയ്യാറാകാൻ കഴിയാതെ സാധിക്കാതെ വന്നപ്പോ ആകാശത്തിലേക്ക് വെച്ച് പിടിച്ചതാ. മണ്ണിലും വിണ്ണിലായാലും ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ രോമത്തിലൊന്ന് തൊടാൻ ഇവിടുത്തെ കോൺഗ്രസിനോ മുസ്ലിം ലീഗിനോ BJPക്കോ സാധിക്കുകയില്ല എന്ന് പ്രിയപ്പെട്ടവരെ ഈ കേരളത്തിലെ പൊതുസമൂഹമാണ് ഈ അക്രമകാരികൾക്ക് താക്കീത് കൊടുക്കുന്നത്. ഈ കേരളത്തിന്റെ മണ്ണ് അത് ഏറ്റവും മാതൃകയായ തലത്തിലേക്ക് വലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഇടതുപക്ഷമാണെന്ന് ഈ നാട് തിരിച്ചറിയുന്നുണ്ട്. ഈ കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് സാക്ഷാത്കാരം കൊടുത്തത് ഈ ഇടതുപക്ഷമാണെന്ന് ഈ നാട് തിരിച്ചറിയുന്നുണ്ട്. വർഗീയ ശക്തികൾ ഒളിഞ്ഞും തെളിഞ്ഞും ഈ കേരളത്തിന്റെ മണ്ണിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുമ്പോ അവരെ ഒന്നാകെ പുറത്തു നിർത്തി ഈ കേരളത്തെ ചേർത്ത് നിർത്തുന്നത് ഈ കേരളത്തിലെ ഇടതുപക്ഷമാണെന്ന് ഈ നാട് തിരിച്ചറിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ഇടതുപക്ഷത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ഗൂഢാലോചനകൾ എനിക്കും നിങ്ങൾക്കും ചുറ്റും അരങ്ങേറുന്ന സമയത്ത് ആ ഗൂഢാലോചനകളെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. ഈ പരിപാടി നന്ദി അവതരിപ്പിക്കാൻ വേണ്ടി ജാഥ ക്യാപ്റ്റനും DYFIയുടെ മേഖലാ സെക്രട്ടറി രക്ഷിച്ചു. DYFI ഇന്നിവിടെ
സംഘടിപ്പിച്ചിട്ടുള്ള യുവജന പ്രതിരോധത്തിന്റെ മുദ്രാവാക്യങ്ങളെ കുറിച്ച് സവിസ്തരം ഇവിടെ സംസാരിച്ച ഡിവൈഎഫ്ഐയുടെ മുൻ സംസ്ഥാന സമിതി അംഗം സഖാവ് പി ജിജിക്ക് ഡിവൈഎഫ്ഐയുടെ വാഴൂർ വെസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ പേരിൽ കൃത്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ വേദി സന്നിഹിതനായിരുന്ന ഡിവൈഎഫ്ഐയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം ബ്ലോക്ക് ട്രഷററുമായ സഖാവ് വിഷ്ണു സി പി, ഇവിടെ സന്നിഹിതരായ സാന്നിധ്യം കൊണ്ട് ഈ സദസ്സിനെ സമ്പൂർണ്ണമാക്കിയിട്ടുള്ള ഡിവൈഎഫ് പാർട്ടിയുടെ സഖാക്കൾ, CPM-ന്റെ കൊണ്ടോട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള വിമലയെടുത്തി അമീനകുമാരി ടീച്ചർ, ലോക്കൽ സെക്രട്ടറി സഖാവ് പ്രേമേട്ടൻ, ഈ ജാഥയിൽ അണിനിരന്നിട്ടുള്ള ഡിവൈഎഫ്ഐയുടെ വിവിധ യൂണിറ്റുകളിൽ നിന്നെത്തിയ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ, ഞങ്ങളെ ഇതുവരെ ശ്രമിച്ച ഈ നാട്ടിലെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾ ഏവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അധ്യക്ഷന്റെ അനുവാദത്തോടുകൂടി ഈ പരിപാടി അവസാനിച്ചതായി അറിയിക്കുന്നു.